ഇപ്പം നമുക്കിവിടെ കയറാൻ പറ്റി. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് സെൻ്റ് അന്തോണിയോ ഉപയോഗിച്ച ഒരു ഉടുപ്പാണ്. കാസക്ക് അദ്ദേഹത്തിൻ്റെ കോളറും കാര്യങ്ങളും എല്ലാം 1200-ലുള്ളതാണല്ലോ. അപ്പോൾ അതെല്ലാം മിക്കവാറും പാച്ചസായിട്ട് പോയിട്ടുണ്ട്. എല്ലാം കീറി. മനസ്സിലായി. ആ സ്റ്റോളിൻ്റെ ഭാഗം കഴുത്തിക്കൂടിയിടുന്ന അതാണ് അവിടെ ഉള്ളത്. ബാക്കിയെല്ലാം ഇങ്ങനെ ദ്രവിച്ച് പോയിരിക്കും. അപ്പോൾ അതാണത്. ഓക്കെ, നമുക്ക് അഴുകാത്ത നാവിൻ്റെ ഒക്കെ ഉള്ള റെഡിക്കാണ് നമ്മൾ പോണത്. ഇതാണ് പ്രിയ മക്കളെ ഞാൻ പറഞ്ഞത്, എൻ്റെ അമ്മായിമ്മയുടെ വീട്ടിലിരിക്കുന്ന നിലത്തിട്ടിരിക്കുന്ന ടൈൽസ് തന്നെയാണ്. അതിൻ്റെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ അവിടെ ഇരുന്ന് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. ഈ പള്ളിയകത്ത് ഉള്ളതാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളതാണ്. ഇത് അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ടൈൽസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കളറും കൊണ്ട്. അപ്പം അതങ്ങനെ മാർബിളിൽ കൊത്തി വെച്ചിരിക്കുന്ന എത്ര മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നോക്കിയാൽ നമുക്ക് പോയി നോക്കാം. ഷൂസും കാലും എല്ലാം മാർബിളിനകത്ത് ഒരു കുട്ടി ഓരോ വിശുദ്ധരുടെ പടം ഇതാണ്, ഇമേജാണിത് കൊത്തി വെച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെയൊക്കെ ഓരോ കുട്ടിമാതാകന്മാരും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അടക്കം ചെയ്ത ആ കല്ലറയാണ് ഈ കാണുന്നത്, എടുത്തുകൊണ്ട് വച്ചിരിക്കുന്നത്. അതെ, കണ്ടോ? അവിടുന്ന് എക്സ്ക്യൂമേറ്റ് ചെയ്തതിൻ്റെ ശേഷമാണല്ലോ അഴുകാതൊക്കെ ഇരിക്കുന്നത്. കണ്ടോ നിങ്ങൾ? ഇതാണ് റെലിക്ക്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം 1263 തൊട്ട് 2013 വരെയാണ്. അതെന്താ സംഭവം? രണ്ടാമത് എടുത്തുകൊണ്ട് വന്നിട്ട് നാക്കെടുത്തുകൊണ്ട് വന്നിട്ട് വെച്ചിരിക്കുന്നതിനെ കുറിച്ചാണ്. അല്ലാണ്ട് ആയുസിൻ്റെ കാര്യമല്ല കേട്ടോ. അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചു. ഇതിനകത്താണ് ഈ അഴുകാത്ത നാൾ വെച്ചിരിക്കുന്നത്. ഇതാണ് അതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്വർണത്തിൻ്റെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടാണ് അത് കാണുന്നത്. ഇപ്പം കാണിച്ചു തരാം. നമ്മളങ്ങോട്ടാണ് കയറുന്നത്. കത്തിരിക്കലാണ്. മെഴുകുതിരി കറണ്ടിൻ്റെയാണ്, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കത്തിച്ചിരിക്കുന്നത്. ഇതെല്ലാം തിരുശേഷിപ്പുകളാണ്. മനോഹരമാണ്.
Y lo dejaron ahí hasta en 1981. Después lo sacaron, pero es todo religioso. ഒരു ചെമ്മരിയാട് കൂടെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട്. അതിൻ്റെ രോമങ്ങൾ കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നു. വളരെ നല്ലതായിരിക്കുന്നു. മാർബിളാണിത്, ഉണ്ടോ, ഭയങ്കര സ്മൂത്തായിട്ട്. ഇവിടെ വേറൊരു വിശുദ്ധയാണ്, ഒരു കുഞ്ഞുമാലാക അവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് ആ എഴുതാത്ത നാവിൻ്റെ ഭാഗം, ഈ നടക്കിരിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും മക്കളെ ഞാൻ സമർപ്പിക്കുന്നുണ്ട്. എത്ര അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണെന്ന് നിങ്ങൾ വിചാരിച്ചോണം. ഇത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. കാണാൻ ഇവിടെ ദൈവം കൂട്ടിക്കൊണ്ടുവരുന്നല്ലോ എന്നുള്ളത് ഓർത്തിട്ടാണ്. ഇതാണ് എഴുതാത്ത നാവിൻ്റെ ഭാഗത്തിരിക്കുന്നത്, കണ്ടോ. ഏറ്റവും അകത്ത് മനോഹരമായിരിക്കുന്നു. ഞാനിപ്പോൾ തൊട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതിനകത്തുണ്ട് കേട്ടോ. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ. മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളുണ്ട്. ഇതാണ് ആ താഴെ ആണ് ആ ഉടുപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് വേറെ നോക്കാം. ഇതും മറ്റേതുപോലെ തന്നെ മനോഹരമായിട്ട് ഇതിൻ്റെ ബുക്ക്ലെറ്റ് ഉണ്ട്. അതും കൊണ്ട് കൈപ്പിടിച്ചാലാണ് നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നത്. ഞാനിത് എടുക്കുന്നില്ല. അദ്ദേഹം ഉപയോഗിച്ച കാസകളാണ്. പിലാസയും കാത്ത് തമ്മേൽ വശത്ത് പിലാത്ത്, ഇത് രണ്ടും അദ്ദേഹം ഉപയോഗിച്ചതാണ്. അന്നത്തെ കാലത്തുണ്ടായിരുന്നതൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളതാണ്. കാസ വിലാസം. ഇത് താഴേക്ക് ഇറങ്ങണം. ഈശോമിശിഹാ. Es otra, Santa Chiara vivía acá. Santa Chiara es la amiga de San Francesco, para entenderse. Esta es se encuentra en la original. മലയാളിയാണ്. ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ച കാര്യമാണ്. നാവിരിക്കുന്നതാണ് ആ നടുക്കിരിക്കുന്നത്. ഇടത്തും വലത്തും ഓരോ തിരുശേഷിപ്പ് കാസാപിലാസൊക്കെ കണ്ടല്ലോ. പിന്നെ ഇത് ഭയങ്കര മനോഹരമായിട്ടാണിത് ഉണ്ടാക്കിയിരിക്കുന്നത്. മാലാഖമാർ സ്വർഗത്തിൽ ഒന്നും കണ്ടാലേ നമുക്കത്, ഇതൊന്നും ഫോട്ടോയിൽ നമുക്ക് പകർത്താൻ പറ്റുന്നതല്ല. താങ്ക് യു ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ വരാനായിട്ട് അങ്ങനെ തന്നതിന് നന്ദി പറയുന്നു ഈശോയെ. അപ്പം നിനക്കെന്താണോ അപ്പോൾ വേണ്ടിയത്? മനുഷ്യന്മാരുള്ള കാര്യം അറിഞ്ഞുകൂടാ. വന്നാട്ടെ. ചാവും. ഒരു എൻ്റെ ഒരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്.